12 plus 1 5 by 6 x less than 5 plus 3x and x belongs to റിയൽ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലയോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ മാറിയിട്ട് നോർമൽ ഒരു ഫ്രാക്ഷനിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ നോക്കിയോ, 12 പ്ലസ് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഇൻറ്റു ഇത് ചെയ്തിട്ട് പ്ലസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതേണ്ട സാധനം കിട്ടും. അതായത് വേണ്ട 6 ഇൻറ്റു 1 പ്ലസ് 5 ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എഴുതി ഡിവൈഡ് ബൈ 6 എന്ന് എഴുതിയാൽ അത് എക്സ്. അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ലെസ് ദാൻ എന്താണ് 5 പ്ലസ് 3x എന്ന് വരുന്നു. അവിടെ നിന്ന് 12 പ്ലസ് എത്രയാണ് 11 ബൈ 6x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 പ്ലസ് 3x എന്ന് വരുന്നു. ഈ 3xനെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു, 12നെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ 11 ബൈ 6x മൈനസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 12 എന്ന് വരുന്നു. അവിടെ നിന്ന് നമുക്ക് LCM എടുക്കണം. LCM എടുക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്താൽ മതി ഇല്ലേ. അപ്പം 11x മൈനസ് 3 ഇൻറ്റു 6x ഹോൾ ഡിവൈഡ് ബൈ എന്താണ് 6 എന്ന് വരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 12 വരുന്നു. അപ്പം 11x മൈനസ് ഇവിടെ 11x മൈനസ് 18x ഡിവൈഡ് ബൈ 6 വരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 12 വരുന്നു. ഇനിയും നമുക്ക് എന്താ ഇവിടെ നമുക്ക് 11x മൈനസ് 18 എന്ന് പറയുമ്പോൾ മൈനസ് 7x ആണ്. മൈനസ് 7x ഡിവൈഡ് ബൈ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരുന്നു 5 മൈനസ് 12 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് മൈനസ് 7 ആണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ 6നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു കിടക്കുന്ന പോലെ ഉള്ളൂ, ഇനീക്വേഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ 7x മൈനസ് 7x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ വരുന്നത് മൈനസ് 7 ഇൻറ്റു 6 എന്ന് വരുന്നു. അപ്പോൾ മൈനസ് 7x ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 42 എന്ന് വരും. ആണോ? ഇത്രയും ഡൗട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്താണെന്ന് എഴുതാം, മൈനസും മൈനസും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ, കാരണം രണ്ട് സൈഡിലും മൈനസ് അല്ലായിരുന്നോ, രണ്ട് സൈഡിലും മൈനസ് ആണെങ്കിൽ അപ്പോൾ ഗ്രേറ്റർ ദാൻ വരും. സൈൻ ചേഞ്ച് നമ്മൾ പഠിച്ചായിരുന്നു, രണ്ട് സൈഡിലും മൈനസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് സൈൻ റിവേഴ്സ് ചെയ്യുന്നതായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. അപ്പോൾ സൈനെ തിരിച്ചിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരും 42/7 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും 6 വരും. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇതായിരിക്കും നമ്മുടെ ഇത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് നമുക്ക് കിട്ടിയത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ. ഇതിനെ വേണമെങ്കിൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് വേണമെങ്കിലും എടുക്കാം. ദേവനാരായൺ ചെയ്തത് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാ അല്ലേ? അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, സെയിം തന്നെ. സന ചെയ്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ ഫൈൻ, കറക്റ്റ് ആണ്. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് എല്ലാവർക്കും കിട്ടിയ സെയിം ആണോ എന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു നമ്മൾ ചെയ്തത്? -5 ലെസ് ദാൻ 2x ലെസ് ദാൻ 3 ലെസ് ദാൻ x പ്ലസ് 2 ഇങ്ങനെയല്ലേ ചെയ്തത്? നമ്മളൊരു സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. ആദ്യം -5 ലെസ് ദാൻ 2x മൈനസ് 3 എന്നാക്കുന്നു. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, എന്താണ് -5 പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x എന്നാക്കാം. അവിടെ നിന്ന് എന്താണ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x എന്നാക്കാം. അവിടെ നിന്ന് എക്സ് ഇവിടെ, അതായത് 2/2 -2/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, എക്സ് എന്ന് എടുക്കാം. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇനി അടുത്ത സൈഡ് എടുക്കുന്നു, 2x മൈനസ് 3 ലെസ് ദാൻ എക്സ് പ്ലസ് 2. എക്സിനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, 3നെ ഇങ്ങോട്ട് കൊണ്ടിരുമ്പോൾ 2x മൈനസ് എക്സ് ലെസ് ദാൻ 2 പ്ലസ് 3. അപ്പോൾ 2x മൈനസ് എക്സ് ലെസ് ദാൻ എന്താ
എക്സ് ലെസ് ദാൻ 5 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെയും എക്സ് ആദ്യമാണ് കിടക്കുന്നത്, ഇവിടെ എക്സ് രണ്ടാമതാണ് കിടക്കുന്നത്. അപ്പം നോർമലി ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. എന്തുവാ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എന്ന് എഴുതിയാൽ മതി. ഇതും എന്താണ് റിയൽ നമ്പേഴ്സ് ആണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? എന്താണിത്? എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഡിജേഴ്സോ? ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് ആണോ പറഞ്ഞെങ്കിൽ സൊല്യൂഷൻ സെറ്റ് എന്തായിരിക്കും? സൊല്യൂഷൻ സെറ്റ് എന്തായിരിക്കും? അതായത് എക്സ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പം എക്സിനെക്കാട്ടിലും -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സിനെക്കാട്ടിലും ചെറുതാണ് എന്ത്? -1. അത് ഈക്വലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് -1 കൂട്ടണം. -1 ഇനി എക്സ് ലെസ് ദാൻ 5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5-നേക്കാട്ടിലും കുറവ്, -1-നേക്കാട്ടിലും കൂടുതൽ. അപ്പോൾ -1 0 1 2 3 4 ഇതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ സെറ്റ്. അത് നിരഞ്ജൻ്റെ ഒന്ന് നോക്കിക്കോട്ടെ. സനയുടെ അത് ശരിയാണ്. നിരഞ്ജൻ്റെ ആരോൺ അത് ചെയ്തായിരുന്നു. ആരോൺ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. നിരഞ്ജന്റെ ആ സൊല്യൂഷൻ സെറ്റ് എഴുതിയിരിക്കുന്നത് തെറ്റാണല്ലോ. നിരഞ്ജൻ സൊല്യൂഷൻ സെറ്റ് 0 1 2 3 4 എന്ന് എഴുതിയിട്ടുള്ളൂ. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ ആ വണ്ടയ്ക്ക് വന്നിരിക്കുന്ന സൈന്? അതോ -1 ലെസ് ദാൻ എന്നാണോ ഇട്ടിരിക്കുന്നത്? അയ്യോ, ഇതാ ക്വസ്റ്റ്യൻ എല്ലാം തോന്നല്ലോ. മോനെ -5 -2 എന്നായിട്ടിരിക്കുന്നു. ഓക്കെ, -2 മോനെ ആ രണ്ടും കൂടെ ചേർത്തല്ലേ സൊല്യൂഷൻ എഴുതിക്കുന്നത്? മോനെ അത് എഴുതിക്കുന്ന തെറ്റാണ്. നിരഞ്ജൻ എഴുതിയിരിക്കുന്ന തെറ്റാണ് കേട്ടോ. നിരഞ്ജൻ കേൾക്കുന്നുണ്ടോ? നിരഞ്ജൻ രണ്ട് ഇക്വേഷനും കൂടെ ചേർത്തിട്ട് വേണം സൊല്യൂഷൻ എഴുതാൻ വേണ്ടി. അപ്പം ഒരു ഇക്വേഷനെ തന്നെ ഈ രീതിയിലും എക്സ് റൈറ്റ് സൈഡിലായിട്ടുള്ള ആ രീതിയിലും ഒരു ഇക്വേഷനെ എക്സ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് വേണ്ട അതിനെ ഇതിനെ കൂടെ കണക്ട് ചെയ്ത് തന്നെ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ നിരഞ്ജൻ ചെയ്തിട്ടുള്ളൂ. ഇത് എഴുതിയെടുത്തോ? നിരഞ്ജൻ എഴുതിയെടുത്തോ? ഇത് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പ്ലസ് 4x ലെസ് ദാൻ 23. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഞാൻ തന്നത്? സനയുടെ അതിനകത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണല്ലോ കിടക്കുന്നത്. ദേവനാരായണ ക്വസ്റ്റ്യൻ എന്ന് പറയാമോ? ഞാൻ തന്ന ക്വസ്റ്റ്യൻ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പ്ലസ് 4x ലെസ് ദാൻ 23. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് ചെയ്യാണ്. ആദ്യം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പ്ലസ് 4x ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്കറിയാം 4xനെ അവിടെ തന്നെ ഇട്ടാൽ മതി. അപ്പം 3നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -1 -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x എന്ന് വരുന്നു. അപ്പം -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x എന്ന് വരുന്നു. അപ്പം എക്സ് ഇവിടെ തന്നെ കൊടുക്കുക. അപ്പം -4 ഡിവൈഡ് ബൈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പം -1. അപ്പം ഇവിടെ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ മിക്സ് ചെയ്ത് ചെയ്യേണ്ട കേസിൽ എക്സ് റൈറ്റ് സൈഡ് വരുവാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനെ തിരിച്ച് എക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 അങ്ങനെ ആക്കാനായിട്ട് പോകണ്ട. മനസ്സിലായി? തിരിച്ച് ചെയ്യാനായിട്ട് പോകണ്ട. അങ്ങനെ തന്നെ കിടക്കട്ടെ. മിക്സ് ചെയ്യാൻ എളുപ്പം അത് അങ്ങനെ എഴുതുമ്പോഴാണ്. ഇനി അടുത്ത എഴുതുക എന്താണ്? 3 പ്ലസ് 4x ലെസ് ദാൻ 23. അങ്ങനെയാണെങ്കിൽ 4x ലെസ് ദാൻ 23 മൈനസ് 3 4x ലെസ് ദാൻ 20 x ലെസ് ദാൻ 20 ഡിവൈഡ് ബൈ 4
എക്സ് ലെസ് ദാൻ 5 എന്ന് വരും. കണ്ടോ? അപ്പം ഇവിടെ എക്സ് റൈറ്റ് സൈഡിൽ വന്നു, ഇവിടെ എക്സ് ലെഫ്റ്റ് സൈഡിൽ വന്നു. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് എഴുതാൻ എന്താ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എന്നങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇത് എന്താണ്? ഹോൾ നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഒരിക്കലും എന്ത് വരത്തില്ല, ഹോൾ നമ്പറിൽ വരില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു 0 എഴുതാം, 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം, 4 എഴുതാം. ഇത്രയേ ഉള്ളൂ. ഓ, ഇത് നിരഞ്ജന്റെ ശരിയാണ്. ഇതാണ് നിരഞ്ജൻ എഴുതി വെച്ചിരിക്കുന്നത് അല്ലയോ? ഇതല്ലേ നിരഞ്ജൻ? ഇത് സെറ്റാണ്, ഇത് ശരിയാണ്. ഓക്കെ, ഇതെല്ലാവരും ശരിയാണ്, ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഹോംവർക്ക് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ ആ നമ്പർ ലൈനിങ് പുതിയൊരു ടോപ്പിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക. പുതിയ ടോപ്പിക്കാണ്. ആരോൺ ഇത് എഴുതിയെടുത്തായിരുന്നു? ആരോൺ ഓക്കെ. നോക്കിക്കോളൂ. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഓൺ ദ നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സൊല്യൂഷൻ ഓൺ ദ നമ്പർ ലൈൻ. അതായത് ഒരു നമ്പർ ലൈനിൽ നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ നമ്മുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് എഴുതിയിട്ട് നമ്പറായിട്ട് എഴുതുമായിരുന്നു. അപ്പം നമ്പർ ലൈനിൽ അതെങ്ങനെ റെപ്രസെൻറ്റ്? അപ്പം നമ്പർ ലൈൻ എന്താ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്പർ ലൈൻ എന്ന് പറയുമ്പം ഒന്നുമില്ല, ഇങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു ലൈനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ വിത്ത് യു ഹാവ് ടു മെൻഷൻ നമ്പർ. അപ്പം നടുക്ക് എപ്പോഴും 0, റൈറ്റിലോട്ട് 1, 2, 3, 4, 5, 6, 7. ഇങ്ങോട്ട് -1, -2, -3, -4, -5, -6, നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്പർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പം ഇതിനകത്ത് ഹോൾ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇപ്പം നിങ്ങളിത് വരച്ചോണം കേട്ടോ. ഇതാണ് ഒരു നമ്പർ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു നമ്പർ ലൈനാണ്. നമ്പർ ലൈൻ. ഇത് വരയ്ക്കുക, ജസ്റ്റ് ഒരു വര വരയ്ക്കുക, ഇങ്ങനെ ഒന്ന് മാറിക്കുക, നമ്പർ ലൈൻ എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് രണ്ട് കാര്യങ്ങളൊന്ന് എഴുതിയിടുക. എ ഹോളോ സർക്കിൾ ഒരു പോയിന്റ് ആയിട്ട് എഴുതുക. ഒരു പോയിന്റ് ഇടുക, ഒരു അല്ലെങ്കിൽ 1 എന്ന് എഴുതുക, അല്ലെങ്കിൽ എ എന്ന് എഴുതുക. എ ഹോളോ സർക്കിൾ ബ്രാക്കറ്റിൽ ജസ്റ്റ് തന്നെ ഇങ്ങനെ, ഇതാണ് ഹോളോ സർക്കിൾ. എ ഹോളോ സർക്കിൾ marks the end of a range with a strict inequality. അതായത് നമ്മൾ നമ്പർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പം നമുക്ക് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ ലൈനിൽ ഒരു ഹോളോ സർക്കിൾ വെച്ചിട്ടായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ബി എടുത്തിട്ട് എ ഡാർക്ക് സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ, പിന്നെ ഇങ്ങനെ ഒരു പോയിന്റ് പോലെ കണ്ടോ. എ ഡാർക്ക് സർക്കിൾ മാർക്സ് ദ end of a range involving an equality as well. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഹോളോ സർക്കിൾ മാറ്റിയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഡാർക്ക് സർക്കിൾ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഓരോന്നോരോങ്ങൾ ഇത് എഴുതിയെടുത്തോ കുഞ്ഞുങ്ങളെ.
ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഒരു ഇനീക്വാലിറ്റി എഴുതുവാണ്. എക്സ് ലെസ് ദാൻ 2 ആൻഡ് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. റെപ്രസെൻറ്റ് ഇറ്റ് ഓൺ എ നമ്പർ ലൈൻ. റെപ്രസെൻറ്റ് ഇറ്റ് ഓൺ എ നമ്പർ ലൈൻ. നമ്പർ ലൈൻ. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ്, എക്സ് ലെസ് ദാൻ 2 ആണ്. എക്സ് റിയൽ നമ്പറാണ്. റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിനകത്ത് എല്ലാ നമ്പറും വരുമെന്ന. ഡെസിമൽ വരും, അതായത് ഡെസിമൽ മീൻസ് റാഷണൽ, ഇറാഷണൽ, അതേപോലെ തന്നെ എന്താണ് ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, ഇൻഡിജേഴ്സ്, ഇതെല്ലാം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 2 വരുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. നോക്കിക്കോളൂ, ഒരു ആരോ വേണ്ട, ഓൾറെഡി ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് നോക്കിക്കോളൂ, ഞാൻ ഇവിടെ ആയിട്ട് 0 ഇടുന്നു. 1, 2, 3 ഇങ്ങോട്ടേക്ക് പോകുന്നു, 4 ഇങ്ങനെ പോകുന്നു. ബാക്കി ഇവിടെ -1, -2, -3, -4, -5, -5, -6 ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറയുമ്പം അവിടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഇനീക്വാലിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഇടണ്ട, ഡാർക്ക് ചെയ്യണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡോട്ടൺ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 2 ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ 2 ആണ്. അപ്പം 2ൻ്റെ അവിടെ ഇടുക, ലെസ് ദാൻ 2. കണ്ടോ, 2 ഉൾപ്പെട്ടിട്ടില്ല എന്ന് അതിനർത്ഥം. ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ 2 കൂടി ഉൾപ്പെടുന്നു, അതായത് ഡാർക്ക് ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് എന്ത് ചെയ്യുക, റിയൽ നമ്പർ ആയതുകൊണ്ട് ഈ 2ന് അവിടെ തൊട്ട് -∞ വരെയുള്ള എല്ലാ നമ്പറുകളും വരുന്നുണ്ട്. ഇതിനെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഡാർക്കൻ ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ട് ഈ ആരോ കൂടെ തന്നെ ഇങ്ങനെ ഡാർക്കൻ ചെയ്യണം. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ നമ്പർ ലൈൻ വരിക. ഓക്കെ ആണോ, സെറ്റാണോ, മനസ്സിലാവുന്നുണ്ടോ? ദേവനാരായണൻ ഓക്കെ ആണോ? ഓക്കെ, സന ഓക്കെ ആണോ? സന, നിരഞ്ജൻ ഓക്കെ ആണോ? ആരോൺ മനസ്സിലായോ? ആരോൺ ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. റെപ്രസെൻറ്റ് ഇറ്റ് ഓൺ എ നമ്പർ ലൈൻ. ഇതൊക്കെ ബേസിക്സ് ആണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി നിങ്ങൾ അത് ആ ട്രാക്കിലാവാൻ വേണ്ടി തരുന്നതാണ്. ഇങ്ങനൊന്നും അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഇതിലും കൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പം എക്സ് ബിലോങ്സ് ടു ആർ റെപ്രസെൻറ്റ് ഇറ്റ് ഓൺ ദ നമ്പർ ലൈൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നമ്പർ ലൈൻ വരയ്ക്കുക അല്ലേ, ഒരു നമ്പർ ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, നമ്പർ ലൈൻ വരച്ചു. 0, 1, 2, 3, 4, 5, 6, 7 ഇങ്ങോട്ട് -1, -2, -3, -4 എത്ര വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ. ഓക്കെ, ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ 4-നേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ. അപ്പോൾ 4-നേക്കാളും ഗ്രേറ്ററും ആവണം, ആ ഈക്വലും ആവണം. അപ്പോൾ ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഡാർക്ക് ഡോട്ട് വെച്ചിട്ട് വേണം അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ. കാരണം ആ 4ഉം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഡാർക്കൻ ചെയ്യുക. ഗ്രേറ്റർ ദാൻ അല്ലേ, അപ്പോൾ ഇങ്ങോട്ടേക്ക് ഡാർക്കൻ ചെയ്യുക. കണ്ടോ, ഇങ്ങനെയായിരിക്കും അത് വരിക. കാരണം റിയൽ നമ്പർ ആയതുകൊണ്ട് എല്ലാം വരും, ഡെസിമലും വരും. ഈ 4-ന്റെയും 5-ന്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരുണ്ടല്ലോ, 4.1, 4.2, 4.3, 4.4, 4.5, അതെല്ലാം റിയൽ നമ്പറിനകത്ത് വരും. അതാ പറഞ്ഞ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, ഇൻഡിജേഴ്സ് എല്ലാം വരും. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ബിലോങ്സ് ടു ഹോൾ നമ്പർ. എങ്ങനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യും ഹോൾ നമ്പർ? അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നമ്പർ ലൈൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇതാണ് നമ്പർ ലൈൻ. മാർക്ക് ചെയ്യുക 0, 1, 2, 3, 4, 5, 6.
ഇവിടെ -1, -2, -3, -4, -5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ x ഗ്രേറ്റർ ദാൻ 4, x ബിലോങ്സ് ടു ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 4, അതായത് 4-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഹോൾ നമ്പർ ഏതുണ്ട്? 4ഉം 4-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഹോൾ നമ്പർ ഏതുണ്ട്? 4 ഗ്രേറ്റർ അല്ലേ? ആണോ 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 സന? ഹലോ സന, കേൾക്കാമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ഇവിടെ ഡോട്ട് ഇടുക. 4 ഉൾക്കൊള്ളുന്നുണ്ട്. അടുത്ത ഇതിനിടയ്ക്കുള്ള ഹോൾ നമ്പേഴ്സ് ഇല്ല. 4.1 ഒന്നും ഹോൾ നമ്പർ അല്ല. അടുത്ത 5, അടുത്ത എന്താണ് 6. ഇനി അങ്ങോട്ട് പോകും ഇല്ലേ? ഇനിയും അങ്ങോട്ടേക്ക് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണേൽ വരയ്ക്കാൻ പറ്റും. കാരണം ഇത് ഇങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങ് പോവാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഒരെണ്ണം നോക്കിയോളൂ. എക്സ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇൻറ്റീജർ. ഇതിനെ നിങ്ങൾ എങ്ങനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യും? അപ്പം അതിന് എന്ത് ചെയ്യുക? നമ്പർ ലൈൻ വരയ്ക്കണം. 0, 1, 2, 3, 4, 5, 6, 7. ഇവിടെ -1, -2, -3, -4, -5. ഓക്കെ ആണല്ലോ? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന്. അപ്പം -2നും 4നും ഇടയ്ക്കുള്ള റിയൽ ഇൻറ്റീജേഴ്സ് ആണ് വേണ്ടത്. അപ്പം -2നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള. കാരണം അവിടെ എന്താ? ലെസ് ദാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് -2 വേണ്ട. എവിടെ കൊണ്ട് മാർക്ക് ചെയ്യുക? വേദേ ഉള്ളൂ. -1 ഉണ്ട്, അവിടെ ഡാർക്ക് ഇടുക. ഓക്കെ, അടുത്തത് എന്താ? 0 ഉണ്ട്, 0 മാർക്ക് ചെയ്യുക. അടുത്ത 1 ഉണ്ട്, 1 മാർക്ക് ചെയ്യുക. 2 ഉണ്ട്, 2 മാർക്ക് ചെയ്യുക. 3 ഉണ്ട്, 3 മാർക്ക് ചെയ്യുക. അടുത്തത് 4 വരെ ഉണ്ട്, 4നെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. അതായത് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇടാൻ പറ്റുമോ എന്ന്. പക്ഷേ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടോട്ടുള്ള ഈ ഇടയ്ക്കുള്ള നമ്പറൊന്നും നമ്മുടെ ഇൻറ്റീജേഴ്സിനകത്ത് പെടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അത് ഇടണ്ട, അതിൻ്റെ താഴെയുള്ള നമ്പർ പോലും ഇങ്ങനെ ഡോട്ടിട്ട് പോയാൽ മതി. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക, വാ അടച്ച് മിണ്ടായിരിക്കല്ലേ. ദയവ് ചെയ്ത് ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ദേവനാരായണൻ ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ആരോൺ ഓക്കെ ആണോ? ആരോൺ ഓക്കെ. നിരഞ്ജന് മനസ്സിലാവുന്നുണ്ടോ? സന ഓക്കെ. അടുത്തത് നോക്കിക്കോളൂ. അടുത്തത് ഈ എക്സ് തന്നിരിക്കുകയാണ്. എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഇത് നിങ്ങൾ തന്നെത്താനെ ചെയ്തിട്ട് എനിക്കിപ്പോൾ തന്നെ അയച്ചു തരാം. എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ തന്നെത്താനെ ചെയ്യാം, അയച്ചു തരാം.
ഓക്കെ, അയച്ചില്ല, ആരും ചെയ്തിട്ട് അയച്ചില്ല. അയക്കണേ, ചെയ്തിട്ട് അയക്കണേ, പെട്ടെന്നാക്കിയിട്ട്. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, അയച്ചോ, നോക്കട്ടെ എന്താ ചെയ്തതെന്ന് നോക്കട്ടെ. ദേവനാരായൺ, ഇത് നാച്ചുറൽ നമ്പർ അല്ലേ ദേവനാരായൺ? ദേവനാരായൺ കേൾക്കാമോ? യെസ് സർ. അപ്പൊ അതിനകത്ത് -1 0 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പൊ അതിന് ഇടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ ദേവനാരായൺ? ഇല്ല. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നിരഞ്ജൻ അയച്ചായിരുന്നില്ലയോ? നിരഞ്ജനും സെയിം സാധനം തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിരഞ്ജൻ -1 തൊട്ട് 4 വരെ മാർക്ക് ചെയ്യണം. അപ്പൊ -1 തൊട്ട് 4 വരെയുള്ള നാച്ചുറൽ നമ്പർ മാർക്ക് ചെയ്താൽ പോരെ? -1ഉം 0യും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ -1ഉം 0യും നാച്ചുറൽ നമ്പർ ആണോ നിരഞ്ജൻ? അല്ല. അപ്പൊ പിന്നെ എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ അത് കറക്റ്റ് ചെയ്ത് തെറ്റാണ്. സന എന്ന് പറയാമോ? സന അയച്ചില്ല. സന അയച്ചായിരുന്നോ? സന ഫൈവ് മാർക്ക് ചെയ്തിട്ടുണ്ടോ സന? സന ഒന്ന് റിപ്ലൈ തരണേ. ഹലോ സന, കേൾക്കാമോ? 5 മാർക്ക് ചെയ്തിട്ടുണ്ടോ? 5 മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? <4 അല്ലേ? അപ്പൊ ഇതിന്റെ കറക്റ്റ് ഉത്തരം ഇങ്ങനെയാണ്. നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും -1 തൊട്ട് 4 വരെയുള്ള നമ്പറുകളെ മാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പം എല്ലാം -1 എല്ലാം മാർക്ക് ചെയ്ത് വെച്ചു. കാരണം നാച്ചുറൽ നമ്പർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് -1ഉം 0യും വരില്ല. അപ്പം ഇത് മാർക്ക് ചെയ്യണം, ഇത് മാർക്ക് ചെയ്യണം,
ഇത് മാർക്ക് ചെയ്യണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്, അപ്പോൾ 4 മാർക്ക് ചെയ്യണം. കേട്ടോ? മനസ്സിലായോ? ദേവനാരായണന് തെറ്റ് മനസ്സിലായോ? ദേവനാരായണനും നിരഞ്ജനും തെറ്റ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ആരോൺ ഇത് വരച്ചായിരുന്നു? ആരോൺ വരച്ചിരുന്നു. ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, given that x belongs to R, solve the following inequality and graph the solution on the number line. തന്നിരിക്കുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പ്ലസ് 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 23. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. പെട്ടെന്നാട്ടെ കണ്ടുപിടിച്ചു. രണ്ട് ഇക്വേഷൻ ആക്കി ചെയ്തിട്ട് അതിനെ ഒരൊറ്റ ഇക്വേഷൻ പോലെ ആക്കി എന്താണ് നമ്മൾ ആ സൊല്യൂഷൻ സെറ്റ് എഴുതുന്ന പോലെ എഴുതിയിട്ട് അതിനെ നമ്പർ ലൈൻ ആക്കണം. എക്സ്പ്ലെയിൻ ചെയ്താണെങ്കിൽ തരാം. ഇതിനെ രണ്ട് ഇക്വേഷൻ ആക്കുക. ആദ്യം ഈ ഇത്ര ഇതിനെ ഒരു പാർട്ടും അടുത്ത പാർട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു പാർട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പ്ലസ് 4x. അവിടുന്ന് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവനെ ഇവിടെ നിന്ന് -1 ഇവനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം എക്സ് രണ്ടാമത് കിടക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യുമ്പോൾ എക്സ് ആദ്യം കിടക്കുന്നതല്ല, നമുക്ക് ഒരുമിച്ച് എഴുതാൻ എളുപ്പം അതാണ്. ഓക്കെ, അപ്പം ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x എന്ന് വരുന്നു. -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x എന്ന് വരുന്നു. -4/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് വരുന്നു. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. അതേപോലെ തന്നെ അടുത്ത ഇക്വേഷൻ എടുക്കുന്നു. 3 പ്ലസ് 4x ലെസ് ദാൻ 23. അപ്പം 4x ലെസ് ദാൻ 23 മൈനസ് 3, 4x ലെസ് ദാൻ 20, x ലെസ് ദാൻ 20/4, x ലെസ് ദാൻ 5 എന്ന് കിട്ടുന്നു. ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കാനുള്ള കിട്ടും. എങ്ങനെ? ഒരുമിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 5 എന്നാണ് വരുന്നത്. കണ്ടോ? അങ്ങനെ വരുമ്പോൾ നമ്പർ ലൈൻ വരയ്ക്കാം. നോക്കിക്കോ, നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 ഇങ്ങനെ പോകുന്നു. ഇത് -1, ഇത് -2, ഇത് -3, ഇത് -4, ഇത് -5. അപ്പം ഇവിടെ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം വരും. അപ്പം -1 കൂട്ടണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പം -1 ഞാൻ കൂട്ടി, ഡാർക്ക് ഡോട്ട്. റിയൽ നമ്പർ ആയതുകൊണ്ട് അങ്ങോട്ട് വരയ്ക്കണം അല്ലേ? ഇപ്പോൾ ഡാർക്കും ചെയ്യണം, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എവിടെ തൊട്ടാ? 5 വരെ. പക്ഷേ 5 ഉൾക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 5 എന്ത് ചെയ്യണം? റിയൽ നമ്പറിൻ്റെ കേസിൽ മാത്രം നമുക്ക് ഉൾക്കൊള്ളാത്തതിനെ എന്താണ് ഹോളോ ഡോട്ട് ഇട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? രണ്ടിൻ്റെ ഇടയിൽ ഡാർക്കും ചെയ്ത് ലൈൻ വരയ്ക്കുക.
മനസ്സിലായോ കുഞ്ഞുങ്ങളെ? മനസ്സിലായോ? നമ്പർ ലൈൻ ഒന്നുകൂടെ പറയാമോ? നമ്പർ ലൈൻ പറയാലോ, പിന്നെന്താ. നോക്കിയോ, നമ്പർ ലൈനിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാ സന, ഏതൊക്കെയാ എവിടം തൊട്ട് എവിടം വരെയുള്ള ഇതാ മാർക്ക് ചെയ്യണ്ടേ പറഞ്ഞു? -1 -1 കൂട്ടണോ വേണ്ടയോ ഇവിടത്തെ ഇതനുസരിച്ച്? -1 നമ്മുടെ ഗ്രാഫിനകത്ത് ഉൾപ്പെടുത്തണ്ടയോ? അവിടെ ലെസ് ദാൻ ഉൾപ്പെടുത്തണമല്ലോ, ഈക്വൽ ടു വന്നിട്ടില്ലേ? മാത്രമല്ല റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആ -1നെയും കൂട്ടാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, -1ന്റെ അവിടെ ഞാൻ എന്ത് ചെയ്തു, ഡാർക്ക് ഡോട്ട് ഇട്ടു. ഓക്കെ, റിയൽ നമ്പർ ആണെങ്കിൽ പിന്നെ ഇടയ്ക്കുള്ള എല്ലാ നമ്പറും ഉൾപ്പെടും, ഡെസിമലും എല്ലാം ഉൾപ്പെടും. എവിടം വരെയാ? -5 വരെയാ. -5 വരെ എന്ന് പറയുമ്പോഴത്തേക്കും 5നെ നമ്മൾ കൂട്ടണോ? 5നെ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ റിയൽ നമ്പർ ആയതുകൊണ്ട് കൂട്ടാത്ത നമ്പറുകളെ നമ്മൾ എങ്ങനെ ഇടണം? ഒരു ഹോളോ സ്ഫിയർ വെച്ചാണ് ഇടേണ്ടത്. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ആണോ സന? ഓക്കെ, അപ്പൊ ഇനി റിയൽ നമ്പേഴ്സ് എല്ലാം ഉൾപ്പെടുമല്ലോ ഇതിന്റെ ഇടയ്ക്കുള്ള. അപ്പൊ ഇതിനിടയിലുള്ള എല്ലാ നമ്പറുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡാർക്ക് ചെയ്ത് വരയ്ക്കും. ഇത്രേ ഉള്ളൂ വരും. ആയെങ്കിൽ ആയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഓക്കെ, നിരഞ്ജൻ ഓക്കെ ആണോ? ആരോൺ ഓക്കെ ആണോ? ദേവനാരായൺ ഓക്കെ അല്ലേ? ദേവനാരായൺ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. സിംപ്ലിഫൈ -1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 ലെസ് ദാൻ 1/3 ലെസ് ദാൻ 1/6 x ബിലോങ്സ് ടു R. ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി നോർമൽ ആക്കിയിട്ട് ആദ്യം ഇക്വേഷൻ 2 ആക്കുക. ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യുക, പിന്നെ ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യുക. ആൻഡ് റെപ്രസെൻറ്റ് ഇറ്റ് ഓൺ എ നമ്പർ ലൈൻ എന്നും കൂടെ ഉണ്ട് കേട്ടോ. റെപ്രസെൻറ്റ് ഇറ്റ് ഓൺ എ നമ്പർ ലൈൻ. റെപ്രസെൻറ്റ്
ഇറ്റ് ഓൺ എ നമ്പർ ലൈനും കൂടെ ഉണ്ടേ. ദേവനാരായൺ തിരിച്ചു വന്നായിരുന്നോ? ആ സാർ, അത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആയിപ്പോയി. ആ, നോ പ്രോബ്ലം. റെപ്രസെന്റ് ഇറ്റ് ഓൺ എ നമ്പർ ലൈൻ. അപ്പോൾ ഇത് ഞാൻ സോൾവ് ചെയ്ത് കാണിക്കാൻ നോക്കിയോ, ഡൗട്ട് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് കാണിക്കാം. -1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 ലെസ് ദാൻ 1/3 എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ -1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2, ഇത് 3 × 1 + 1, 3 × 1 + 1, അതായത് 3 × 3 × 1 3, 3 + 1 4, 4/3. അങ്ങനെയാണെങ്കിൽ -1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 ലെസ് ദാൻ അല്ല -4/3 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -1/3 + 4/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് LCM എടുക്കേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് എഴുതാം. -1 + 4/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 എന്ന് എഴുതാം. അവിടെ നിന്ന് -5/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2 എന്ന് എഴുതാം. അവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് ഒന്ന് ആക്കിയാൽ മതി. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -5 × 10/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് എഴുതാം. അവിടെ നിന്ന് നമുക്ക് 10 × 5 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 50 ആണ്. -50 ഡിവൈഡഡ് ബൈ, അല്ല സോറി 10 അല്ലല്ലോ, 2 അല്ലേ വരണ്ടേ, സോറി 2, ഇവിടെ 2 ആണ്. അപ്പം -10/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് വരും. ഒരു വ്യത്യാസം ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളെ, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. -4 മൈനസ് അല്ല, -4 + 4 ആണ് വരുന്നത്. ഇപ്പോൾ -1 + 4 ആണ്, അത് എന്താ -3 തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാണ് ഞാൻ, മൈനസ് ആ കൂട്ടിയത്, സോറി. അപ്പോൾ -1 + 4 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 4 - 1 3 ആണ്. അപ്പോൾ 3/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/2. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 × 2/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. അപ്പം 6/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, 6/3 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. അതേപോലെ തന്നെ അടുത്ത ഭാഗം എടുക്കുന്നു. അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ x/2 - 1/3 ലെസ് ദാൻ 1/6. അങ്ങനെയാണെങ്കിൽ x/2 മൈനസ് ഇതിനെ നമുക്ക് 4/3 എന്ന് എടുക്കാം, ലെസ് ദാൻ 1/x. അങ്ങനെയാണെങ്കിൽ x/2 ലെസ് ദാൻ 1/6 പ്ലസ് 4/3 എന്ന് വരുന്നു. അവിടെ നിന്ന് x/2 ലെസ് ദാൻ LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എന്താ, ഒന്നെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നോർമലി 6നും 3ൻ്റെ LCM എടുത്തിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കുക. അപ്പം ഞാൻ 3 + 24 ഡിവൈഡഡ് ബൈ 18 എന്നാക്കുകയാണ്. അപ്പോൾ നമുക്ക് x/2 ലെസ് ദാൻ എന്തെന്ന് കിട്ടും? 27 ഡിവൈഡഡ് ബൈ 18 കിട്ടും. 3 കൊണ്ട് വെട്ടുമ്പോൾ 9, 3 കൊണ്ട് വെട്ടുമ്പോൾ 6, വീണ്ടും 3 കൊണ്ട് വെട്ടുമ്പോൾ 3, ഇവിടെ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x/2 ലെസ് ദാൻ 3/2 എന്ന് വരുന്നു. ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ലെസ് ദാൻ 3 × 2 ഡിവൈഡഡ് ബൈ 2 വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ എഴുതണേ. അപ്പോൾ x ലെസ് ദാൻ എന്താണ്? 6/2 വരുന്നു. അവിടെ നിന്ന് നമുക്ക് എന്തെന്ന് എടുക്കാം? x ലെസ് ദാൻ 3 എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൊത്തം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 3 എന്ന് ഒരുമിച്ച് എഴുതാം. അപ്പം 2നെ ഉൾപ്പെടുത്തി 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള എന്ത് നമ്പറാണ്? അതും റിയൽ നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെ നമുക്ക് നമ്പർ ലൈനിൽ ഇത്രയും വരച്ചാൽ മതി. 0 1 2 3 4 5. ഇവിടെ -1 -2 -3 -4. അപ്പം 2നെ ഉൾപ്പെടുത്തണം, റിയൽ നമ്പറാണ്. 2നെ ഉൾപ്പെടുത്തിയേ പറ്റത്തുള്ളൂ, അപ്പം ഡാർക്ക് ഇട്ടു. 3നെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഹോളോ ഇട്ടു. ഇനി ഇവരുടെ ഇടയ്ക്കുള്ള ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡാർക്കൺ ചെയ്യാം. കണ്ടോ? അത്രയേ ഉള്ളൂ കാര്യം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഡൗട്ട് വെച്ച് അടുത്ത ഇതിലോട്ട് പോകല്ലേ, ചോദിക്കാം.
ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കൂടെ എഴുതിയെടുത്തോളൂ. List the solution set of 50 minus 3 into 2x minus 5 less than 25, where x belongs to whole number. Also അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൊല്യൂഷൻ സെറ്റ് എഴുതണം. ഓൾസോ represent it on a number line. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. solve and graph the solution set of 3x plus 6 greater than or equal to 9 and minus 5x greater than negative 15, where x belongs to R. അടുത്ത ക്വസ്റ്റ്യൻ. solve and graph the solution set of negative 2 less than 2x minus 6 or minus 2x plus 5 greater than 30, where x belongs to R. ഓക്കെ, ഇത്രയും ഹോംവർക്ക് ചെയ്യുക. ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഇത്രയും ഹോംവർക്ക് ചെയ്യാം. ഹോംവർക്ക് ചെയ്തിട്ട് നാളെ എനിക്ക് ഒരു 8 മണിക്ക് മുമ്പായിട്ട് തന്നെ നാളെ നമുക്ക് ക്ലാസ് ഞാൻ ചിലപ്പോൾ വെക്കുന്നു. എൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ വർഷത്തെ ക്ലാസ്സുകൾ 1-2 ക്ലാസ് കൂടെ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും ഞാൻ ക്ലാസ് എടുത്താലും എടുത്തില്ലെങ്കിലും എനിക്ക് വൈകിട്ട് 8 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്കിതിൻ്റെ ആൻസർ കിട്ടണം കേട്ടോ. അത് അയച്ചു തരണം, മറന്നു പോകരുത്. അയച്ച് എൻ്റെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് ഒന്ന് അയച്ചിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമേ.